അന്ന് എന്നെ കാണാൻ വന്നത് TM ചന്ദ്രൻ, മുൻ ബ്ലോക്ക് പ്രസിഡന്റായ രഞ്ജിത്ത് കൈപ്പള്ളി, നിലവിലെ മണ്ഡലം പ്രസിഡന്റായ ഷാഫി കല്ലുപറമ്പിൽ, ഇപ്പൊ ബ്ലോക്കിലേക്ക് വിജയിച്ച പ്രവീൺ മാഷ്, കിഴക്കേക്കോടാലി സ്വദേശിയായ സതീശൻ ഇല്ലത്തുപറമ്പിൽ. ഇങ്ങനെ ഈ 5 പേരാണ് എന്നെ കാണാൻ വന്നത്. അതിന്റെ വിഷ്വല് എന്റെ കയ്യിലുണ്ട്, നിങ്ങൾക്ക് കാണാൻ. ഈ BJPയുമായിട്ട് കൂട്ടുകൂടി ഭരിക്കാമെന്ന് പറഞ്ഞപ്പോ ഞാൻ അവിടെ വെച്ചാ പറഞ്ഞു, ചേട്ടാ ഇനി ചർച്ച മുന്നോട്ട് കൊണ്ടുപോകണ്ട, എനിക്ക് ഈ വർഗീയ കക്ഷികളുമായിട്ട് കൂട്ടുകൂടിയിട്ടുള്ള ഒരു നേട്ടവും വേണ്ട, ഒരു ഭരണവും വേണ്ട. ഞാൻ 10 കൊല്ലം പ്രതിപക്ഷത്തിരുന്നതാ, ഇനിയും 5 കൊല്ലം ഞാൻ പ്രതിപക്ഷത്തിരുന്നോളാം. അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാം, നമുക്ക് ടോസിനെ നേരിടാം. ഈ ഇവരുമായി ചർച്ച നടന്ന സമയത്ത് സംസ്ഥാന നേതൃത്വം അല്ലെങ്കിൽ KPCC തന്നെ അനുവാദത്തോടു കൂടിയാണ് BJPയുമായി ഇത്തരം ധാരണ എന്ന് അവർ പറഞ്ഞിരുന്നു. ഈ TM ചന്ദ്രൻ എന്ന് പറയുന്ന ആള് ജില്ലാ നേതൃത്വത്തിന്റെ ഒരു പരിധിയിൽ കൂടെ പോകുന്ന ഒരാളല്ല. അദ്ദേഹം ഒരു വ്യക്തമായ ഒരു ദിശയെ കൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഒത്തിരി എതിർപ്പുകൾ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന്റെ രീതി ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ആളും കൂടിയാണ് ഞാൻ. BJPയുമായിട്ട് ധാരണ ഉണ്ടാക്കിയത് അവിടെയുള്ള ഈ പറയപ്പെടുന്ന പ്രാദേശിക നേതൃത്വങ്ങളുടെ താല്പര്യമാണ്. അതെ. എത്ര വാർഡുകളിലാണ് ഈ ഡീൽ ഉണ്ടെന്ന് നിങ്ങൾ സംശയിക്കുന്നത്? അതായത് എനിക്ക് എന്റെ വാർഡിൽ എന്നോട് പറഞ്ഞ കാര്യമാണ്, എന്റെ വാർഡിന്റെ കാര്യമല്ല പറഞ്ഞത്. അതായത് പഞ്ചായത്ത് പ്രസിഡന്റ് ഭരണവുമായി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യമാണ്. മറ്റുള്ള തെരഞ്ഞെടുപ്പ് കാര്യങ്ങളിൽ ചർച്ചകളൊന്നും. TM ചന്ദ്രനെ ഏതെങ്കിലും BJP നേതാക്കൾ നേരിട്ട് സഹായിച്ചതോ ബന്ധപ്പെട്ടതോ അങ്ങനെ അംഗീകരിച്ചതിൽ വിവരമുണ്ടോ? അത് ഈ അതുൽ കൃഷ്ണ എന്ന് പറഞ്ഞ വ്യക്തിയായിട്ട് ഇദ്ദേഹത്തിന് ബന്ധം ഉണ്ടായിട്ടുണ്ടെന്ന് ചർച്ച ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലാണ്ട് ഇതിൽ എനിക്ക് നേരിട്ട് അനുഭവം ഒന്നുമില്ല. ഇവര് തമ്മിൽ അടക്കമുള്ള ആളുകൾ വാർത്താസമ്മേളനം നടത്തി പറഞ്ഞത് DCC നേതൃത്വത്തിന്റെ പിടിപ്പുകളാണ്. അവർ നേതൃത്വപരമായ പങ്ക് വഹിച്ചില്ല, അവരുടെ ഇടപെടൽ ഉണ്ടായില്ല എന്നുള്ളതാണ് പ്രധാനമായും വാർത്താസമ്മേളനം പറഞ്ഞത്. ആ കാര്യത്തിൽ മുൻ കോൺഗ്രസ്സുകാരനാണല്ലോ, എന്താണ് ആ കാര്യത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്? DCC നേതൃത്വത്തിന് ഇപ്പൊ അദ്ദേഹം കുറ്റം പറയുന്നത്, ഞാൻ ഇതിനെ അനുകൂലിച്ചുകൊണ്ട് പറയുന്നതല്ല. DCC നേതൃത്വത്തിന് അദ്ദേഹം ഇപ്പൊ നഗശാന്ത് എതിർക്കണതിന്റെ കാരണം വെച്ചാൽ ആള് വേറൊരു ഗ്രൂപ്പിൽ പെട്ട ആളാണ്. ഈ TM ചന്ദ്രന്റെ ഗ്രൂപ്പ് അല്ല ഇപ്പോഴത്തെ നേതൃത്വം. ഇപ്പോ ജോസ് വള്ളൂര് ആ ഒരു കൂട്ടുകെട്ടിലാണ് അദ്ദേഹം നിന്ന് പോരുന്നത്. അപ്പൊ അതിന്റെ ആൾക്ക് അവിടെ ഒരു മുൻപ് വള്ളൂരൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു ഇടപെടലുകൾ നടത്താനോ അല്ലെങ്കിൽ ഒരു സ്വാധീനം ഇപ്പൊ ഇല്ല. അപ്പൊ അതുകൊണ്ടുള്ള ഒരു വിഷമം കാര്യങ്ങളൊക്കെ ആൾക്കുണ്ട്. വാടകങ്ങളും ഈ രീതിയിലേക്ക് ചന്ദ്രൻ പറയുന്ന രീതിയിലേക്ക് മാറാനുള്ള കാരണം മറ്റെന്തെങ്കിലും വാഗ്ദാനം ലഭിച്ചിട്ടുണ്ടാവോ? ഈ എന്നെ കുറിച്ച് ഒരുപാട് പൈസ വാങ്ങിച്ചിട്ടുണ്ട് എന്നൊക്കെ പലരും വ്യക്തമായിട്ടും പറഞ്ഞിട്ടുണ്ട്, ഊഹാഭാവങ്ങളിൽ കൂടി പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഞാൻ ഈ വാർത്താ സമ്മേളനത്തിലൊക്കെ കേട്ടതാണ്. ഒരു അംഗം പറഞ്ഞു, BJPയുടെ ഒരു അംഗം പറഞ്ഞു 15 ലക്ഷം രൂപ വാങ്ങിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞത്. അത് അടുത്ത വഴിയായിട്ട് നോക്കാം. 23-ാം തീയതി ഇല്ല നമ്മൾ CPM-ആയിട്ട് ഒരു ധാരണയില്ല. കാരണം 24-ാം തീയതി അല്ലെങ്കിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസമാണ് ഞാൻ അറിയുന്ന ടെസിയാണ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി എന്നുള്ളത്. എന്നോട് പറഞ്ഞു വേറെ ആളെ കണ്ടെത്തുമെന്ന് പറഞ്ഞു പോയിരുന്നുണ്ടെങ്കിലും വ്യക്തമായിട്ട് അറിയുന്നത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ഇവര് ഡീലുണ്ടാക്കിയിട്ട് എന്നെ വീട്ടിലേക്ക് ഈ വനിതാ മെമ്പർമാർ ഉൾപ്പെടെ 4 പേര് എന്നെ കാണാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, ഞാനത് പറഞ്ഞതുകൊണ്ട് പിന്നെ എന്നെ അറിയിക്കേണ്ട ആവശ്യമില്ല. ഞാനൊരു സ്വതന്ത്രനാണല്ലോ. അല്ല, എന്റെ വീട്ടിൽ വന്ന് അവര് ചർച്ച നടത്തണം. ഞാനിപ്പോ അത് നിഷേധിക്കുന്നില്ല, കാരണം എന്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. ഞാനത് സോഷ്യൽ മീഡിയയിൽ നിന്ന് പ്രിന്റ് എടുത്തതിന്റെ ഇതാണ് ഞാൻ നിങ്ങൾക്ക് അത് വെച്ച് തന്നിട്ടുള്ളത്. കാരണം അത് ഈ എന്തൊക്കെ ഇപ്പൊ ഈ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പില് എന്റെ സപ്പോർട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ മുന്നേ തന്നെ പറഞ്ഞല്ലോ, അവർ വന്ന് കണ്ടപ്പോൾ ഞാൻ അവരോട് വ്യക്തമായിട്ട് പറഞ്ഞു, എന്നെ പുറത്താക്കിയ ആള് അകത്താക്കാണ്ട് എനിക്ക് ഒരു ഡീലും പറ്റില്ല. അത് അവർ ഏറ്റു, ഞങ്ങൾ അത് അകത്താക്കിക്കോളാം എന്ന് പറഞ്ഞു. അപ്പൊ തലേ ദിവസമെങ്കിലും അത് അവര് ചെയ്യണല്ലോ, അതുകൊണ്ടായിരിക്കാം എടുത്തു. TM ചന്ദ്രൻ ഉൾപ്പെടുന്ന ആളുകൾ താങ്കളെ വന്ന് കണ്ട സമയത്ത് BJPയുമായിട്ട് ഡീലാക്കിയിട്ടുണ്ട്, അവര് നമ്മളെ പിന്തുണയ്ക്കുന്നു പറയുന്നുണ്ടല്ലോ. അതിനെ കുറിച്ച് വിശദമായി പറയാമോ? എന്താണ് അതിനെ കുറിച്ച് കൂടുതലായിട്ട് അദ്ദേഹം പറഞ്ഞത്? എങ്ങനെയാണ് BJPയുമായിട്ട് ധാരണ? ഈ ഔസേപ്പ് നീ ഞങ്ങളുടെ കൂടെ നിൽക്കണം എന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ ചോദിച്ചു, ഞാൻ കൂടെ നിൽക്കാം, അതിനെന്താ കുഴപ്പം, നമ്മൾ ഇത്ര കാലം സഹകരിച്ചു പോകുന്ന ആളുകളല്ലേ.
അപ്പോൾ ആദ്യം ഞാൻ വെച്ച ഡിമാൻഡ് എന്നെ അകത്താക്കുക, എന്നെ നിങ്ങൾ തിരിച്ചെടുക്ക്, എന്നെ ഇപ്പോൾ പുറത്താക്കിയിട്ട് ഇത്ര നാളുകളായി ഇതുവരെ തിരിച്ചെടുത്തിട്ടില്ല, തിരിച്ചെടുക്ക്. അപ്പോൾ അത് അവർ ഏറ്റു, ആ കാര്യം ഞങ്ങൾ ഏറ്റു എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു പിന്നെ എങ്ങനെയാണ് ഇനി മുന്നോട്ടുള്ള പരിപാടി, കാരണം ഞാനൊരു സ്വതന്ത്രനായതുകൊണ്ട് ഇവരുടെ കാര്യങ്ങൾ എന്താണെന്ന് എനിക്ക് അറിയാൻ അവകാശമുണ്ടല്ലോ. നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് ഇതിനെ നമ്മൾ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് നേരിടണേ. 10-10 വെച്ച് ഈ 8ന്റെ കൂടെ 2 കൂടി ചേരുമ്പോൾ 10ആയി. 10-10 വെച്ച് നമ്മൾ ഒരു ടോസിലേക്ക് പോകാനാണോ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അതാണോ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞതാണ് അല്ല നമ്മൾ ജയിക്കും. അപ്പൊ അത് ഉറപ്പായിട്ട് ആൾ ജയിക്കും എന്ന് ഊന്നി പറഞ്ഞപ്പോഴാണ് ഞാൻ ചോദിച്ചത്. അവർ മുൻപ് ധാരണയിലെത്തിയിട്ടുണ്ട്.